ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മൂന്നാമത്തെ വർഷത്തിലേക്ക് കയറിയ ആദ്യ സൺഡേ അല്ലേ പാസ്റ്റർ? കഴിഞ്ഞ സൺഡേ പാസ്റ്ററിനെ വൈകിട്ട് വിളിച്ച് ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. വൈകിട്ട് തന്നെ കർത്താവിൻ്റെ ഉള്ളിൽ തന്ന ഒരു പ്രോഫറ്റിക് വേർഡ് എന്ന് ദൈവസഭയോട് കൈമാറിയിട്ടിരിക്കുവാൻ ഞാൻ കർത്താവിൽ സ്നാനപ്പെടുകയാണ്. അതിൻ്റെ ഉറപ്പ് എനിക്ക് കിട്ടിയത് ആ കുറിവാക്യം അല്ലെങ്കിൽ താക്കോവാക്യം മെസ്സേയ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വളരെ സുപരിചിതമായൊരു വേട. കർത്താവ് അത് ഇടപെട്ടെങ്കിലും അതിൻ്റെ ഉറപ്പിന് കിട്ടിയത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഓഫീസിലൊക്കെ പോകുമ്പം ഞാൻ എപ്പോഴും പറയാറുള്ളൂ, എനിക്ക് കർത്താവ് എന്തെങ്കിലും ഒരു ത്രെഡ് തരും, അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. ഞാൻ എയർപോർട്ടിൽ ഇപ്പം വന്നിട്ട് 1.5 മാസം കൂടുതലായി ഞാൻ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നത്. ഞാൻ ആ ഫ്ലെയർ എയർലൈൻസിൻ്റെ കൗണ്ടേഴ്സിൻ്റെ അവിടെയൊക്കെ നടക്കാറുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വന്നെങ്കിൽ അറിയാം, ഫ്ലെയർ കൗണ്ടേഴ്സിൻ്റെ ഈ സൈഡിലെ ഭിത്തിയിൽ ഇവിടുത്തെ കുറേ സ്റ്റുഡൻസൊക്കെ വരച്ച കുറേ പടങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കുഞ്ഞു വരച്ച ഒരു പടം ഇതാണ്. ഒരു എയർക്രാഫ്റ്റിൻ്റെ വിങ്ങിൻ്റെ ഒരു ശകലം വരച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിലൊന്ന് എഴുതി വെച്ചു, Your wings are already exist. All you have to do is fly. ഈ മൂന്നാമത്തെ വർഷത്തെ ആദ്യ ഞായറാഴ്ച ഇവിടെയുള്ള ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ തരുന്ന പ്രവചന ശബ്ദം ഇതാ: നിങ്ങൾക്ക് ചിറകുകളുണ്ട്, നിങ്ങൾ പറക്കുക. ദൈവസഭയിലേക്ക് കടന്നു വരുമ്പം നാം ഒരിക്കലും കുറവുള്ളവരായിട്ട് വരരുത്. When I say that, when you step into the church, we must have the confidence in Jesus Christ. നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ കാൽവറി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി വഹിച്ച് യേശുവിലുള്ള നീതീകരണം പ്രാപിച്ച ദൈവജനമാണ് നാം. നാം ആരാധനയ്ക്ക് വരുമ്പോൾ പാപഭാരവുമായിട്ടല്ല കയറേണ്ടത്. നാം ആരാധനയ്ക്ക് വരുമ്പോൾ നീതീകരണത്തിൻ്റെ ഉറപ്പിലാകട്ടെ. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. അടുത്ത വർഷത്തിൽ നിങ്ങൾക്ക് ചിറകുകൾ തരണേ എന്ന് പ്രാർത്ഥിക്കാനല്ല പറയുന്നത്, എനിക്ക് തന്ന ചിറകിൽ പറക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ വാക്ക് ഇങ്ങനെ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന. You will renew the strength. What does it mean? പാസ്റ്റർ, എൻ്റെ കയ്യിൽ PR കാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ കാർഡ് എടുക്കണം. നീ ശക്തി റിന്യൂ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ, നീ യേശുവിനെ സ്വീകരിച്ച ആ ദിനം നിന്റെ ഉള്ളിൽ ശക്തിയുണ്ട്. ആ ശക്തി നിനക്ക് പുറത്തേക്ക് ഒഴുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. ദേവദാസന്മാരെ, നമ്മുടെ ശക്തി റിന്യൂ ചെയ്യുന്നൊരു പകൽക്കാലം ഇത്. Church, those who have accepted Jesus as your Lord and Savior, ആരൊക്കെ യേശുവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചോ, നിന്റെ ഉള്ളിൽ ശക്തിയുണ്ട്. ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുവാനല്ല ദൈവജനം കൂടി വരേണ്ടത്. നീ കടന്നു വരുമ്പോൾ നിന്റെ ഉള്ളിൽ ശക്തി റിന്യൂ ചെയ്യപ്പെടട്ടെ. ഇന്നലകൾ അന്യഭാഷ മാത്രമേ പറഞ്ഞുള്ളൂ, ഇന്ന് നീ പ്രവചനം പ്രവചിക്കുന്നവളെ മാറട്ടെ. മൂന്നാമത്തെ വർഷത്തിന്റെ ആദ്യത്തെ സൺഡേയിൽ പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗം ഞാൻ വിളിച്ചു പറ, പ്രവചന ശബ്ദം വിളിച്ചു പറ, സഭയെ നിങ്ങൾക്ക് ചിറകൊണ്ട് നിങ്ങൾ പറക്കാൻ തുടങ്ങുക. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ, നിന്റെ ചിറക് വിരിച്ച് പറക്കുവാൻ നീ തയ്യാറായാൽ ഈ പട്ടണത്തിൽ നീ ഒരു ഉണർവിനെ കാണും. എല്ലാ കണ്ണും ദൈവത്തിൽ അടച്ചാട്ടെ. ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്ക് തന്ന ചിറകുകളെ തിരിച്ചറിയുവാൻ എനിക്ക് കൃപ തരണമേ. ഇത്രയും നാൾ നിന്നെ നടത്തിയവൻ,
ബലം തന്ന് നിന്നെ വഹിച്ചു നടത്തിയ കർത്താവ് ഇനിയും നടത്തുവാൻ വിശ്വസ്തന. കഴിഞ്ഞ 2 വർഷവും സഭയെ ദേവദാസൻ പറഞ്ഞു നടത്തിയ വിധങ്ങൾ ഇന്ന് പകൽക്കാലം ഒന്ന് ഓർക്ക്. ഇത്രയും ദൂരം മുന്നോട്ട് പോരുവാൻ നിന്റെ മേൽ പകർന്ന ദൈവത്തിൻ്റെ ശക്തിയെ നോക്ക്, കൃപയെ ഓർക്ക്. എല്ലാ കണ്ണുകളും ദൈവം അടിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. 3-ാമത്തെ വർഷത്തിൻ്റെ ആദ്യത്തെ സൺഡേയാ. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പം ചിറകിൽ പറക്കുന്നവനും പറക്കുന്നവളുമായി നാം മാറിയണം. ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. എല്ലാ ഹൃദയത്തിനും പ്രാർത്ഥന ഉയരട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവത്തിൻ്റെ വഴികളെ ഓർത്തുകൊണ്ട് ജീസസ്, ഹല്ലേലൂയ. നീ നന്ദി പ്രകാശിക്കുമ്പോൾ സഹോദര സഹോദരിയുടെ ഉള്ളിൽ ഉയരേണ്ട കർത്താവിന്റെ ചിറകുകൾക്ക് ഇന്ന് ശക്തി വരണം. ഹല്ലേലൂയ, ജീസസ്. ബഹുദൂരം മുൻപോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുൻപോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നിമിഷങ്ങളെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നിമിഷങ്ങളെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. കഴിഞ്ഞ 2 വർഷം നമ്മളെ നടത്തിയ church, let us fill with thanksgiving and praise this morning. ഇന്ന് പകൽക്കാലം നന്ദിയുടെ പ്രകടനങ്ങൾ ഉയരട്ടെ. കഴിഞ്ഞ 2 വർഷവും കരുതലിൽ വഹിച്ച ദൈവത്തെ ഇന്ന് പകൽക്കാലം മുഴുവനത്തോടെ ആരാധിച്ചാട്ടെ. വന്ന വഴികൾ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 വർഷം ഈ പട്ടണത്തിൽ സഭയായി നീ നടത്തിയ വിധങ്ങൾക്കായ സ്തോത്രം. പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ആരാധന ഞങ്ങളായിരിക്കുന്നു. മുമ്പോട്ട് എത്ര നാൾ ഞങ്ങൾക്ക് കർത്താവേ തരുന്ന നാൾ മുഴുവൻ ഞങ്ങൾ പാടിയതുപോലെ അങ്ങ് കരുതി വെച്ചിരിക്കുന്ന കരുതലുകളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. ഇന്ന് നിന്റെ ജനത്തെ ചിറകുകളുള്ളവരാക്കി ഇവിടുന്ന് കർത്താവേ അയക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രന്റെ നാമം മാത്രം മഹത്വപ്പെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ദൈവവചനം ഇങ്ങനെയാ പറഞ്ഞത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പലപ്പോഴും ദൈവജനം അതിനെ തെറ്റായി മനസ്സിലാക്കാറുണ്ട്. കാരണം ചിറകടിച്ച് കയറിയവനോട് പരിശുദ്ധാത്മാവ് അടുത്ത് തീർക്കുന്ന ദൂത് എങ്ങനെയാണ്? അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വാട്ട് ഡസ് ഇറ്റ് മീൻ? എടാ, ഉയരത്തിൽ പറന്നവൻ അവനോട് അടുത്ത് പറയുന്നത് നീ തളരാതെ ഓടുന്നവനായി മാറും, ക്ഷീണിച്ചു പോകാതെ. വാട്ട് ഡസ് ഇറ്റ് മീൻ? സോ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, നമ്മൾ ചിറകടിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ലേമാനായിരുന്ന ആൾ ഇന്ന് ചാടിക്കയറി സ്റ്റേജിൽ കയറി പ്രവചിക്കും, അല്ലെങ്കിൽ we misinterpret. ഇന്ന് പകൽക്കാലം കഴുകൻ്റെ പറക്കലിനെ നീ മനസ്സിലാക്കിയാൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ മെറ്റഫോർ, കഴുകൻ പറക്കുന്ന കഴുകൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? കഴുകൻ വളരെ 30,000 ഫീറ്റിൽ കഴുകന് അല്ലെങ്കിൽ ഈഗിളിന് പറക്കാൻ കഴിയും. നമ്മൾ അത് മാത്രം എടുക്കുന്നേ. എന്തിനാ ഈഗിൾ അത്ര ഉയരത്തിൽ പറക്കുന്നത്? When you understand that, നിങ്ങൾ ഈഗിളിനെ കുറിച്ച് പഠിച്ചാൽ, ഉയരത്തിൽ പോകുന്ന ഈഗിളിന് ഉയരത്തിലോട്ട് പോകും തോറും അതിൻ്റെ ബയോളജിക്കൽ ഫങ്ഷൻ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അതിൻ്റെ ഇരയെ കാണാനുള്ള അതിൻ്റെ വിഷൻ കുറെ കൂടെ സ്ട്രെങ്തായി മാറുകയാണ്. ദൈവസഭയെ നീ ആത്മാവിൽ പറന്ന് കയറുമ്പോൾ നിന്നിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നിനക്ക് ആത്മാക്കളെ കാണാനുള്ള വിഷന്റെ ക്ലാരിറ്റി കൂടുകയാ. മറ്റൊന്ന്, കഴുകൻ പറക്കുമ്പം നിങ്ങൾക്കറിയാമോ, there is an air level. അതിൻ്റെ മുകളിൽ കഴുകൻ പറക്കുന്നതിന്റെ കാരണം that is called thermal wind. അവിടെ ചെറു ചൂടുള്ള കാറ്റാ. ആ കാറ്റിൽ കഴുകൻ പറക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈഗിൾ പറക്കുമ്പോൾ ചില സമയത്ത് ഇതിനെ ചിറകടിക്കാതെ അതിന് മൂവ് ചെയ്യുവാനുള്ള തെർമൽ വിൻഡ്. നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ നമുക്കറിയത്തില്ല. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഈഗിളിനെ അത്ര ഉയരത്തിൽ പറക്കുമ്പോൾ ആ ഉയരത്തിൽ അവൻ്റെ ഇരയെ കാണുവാൻ അവന് ഷാർപ്നെസ് കൊടുക്കുമ്പോൾ അവിടെ അവൻ്റെ ചിറകടിച്ച് തളർന്നു പോകാതെ ഒരു തെർമൽ വിൻഡ് ഉണ്ടാക്കി അതിലൂടെ സ്മൂത്തായി ഫ്ലൈ ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നീ ഉയരുമ്പോൾ നിന്റെ ശരീരം, നിന്റെ കഴിവ്, ഇതൊന്നും വേണ്ട ദൈവജനമേ. ചിലരുണ്ട് ആത്മാവിൽ ആരാധിച്ച പിന്നെ അങ്ങോട്ട് പക്ഷെ ഭയങ്കര ക്ഷീണം. എന്നാ ആരാധിച്ചതിൻ്റെ ക്ഷീണം? സഹോദരൻ, നീ ആരാധിച്ച മുഴുവൻ നിന്റെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന്. ആത്മാവിൽ ആരാധിച്ചാൽ നീ എത്ര ഒച്ചയെടുത്താലും എത്ര ചാടിയാലും നിന്റെ ഫിസിക്കൽ ബോഡിയിൽ നീ ക്ഷീണിക്കത്തില്ല. കാരണം യു ഹാവ് എ സ്മൂത്ത് ഫ്ലൈറ്റ്. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ വളരെ ശക്തമായ ദൂത് കൈമാറുക. നമ്മുടെ എല്ലാ മിസ്കൺസെപ്ഷനും മാറണം. ഇന്ന് പകൽക്കാലം 3-ാമത്തെ വർഷത്തിൽ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ നിന്റെ ചിറക് ധൈര്യത്തോടെ വിരിച്ച് പറക്കുന്നവനായി നീ മാറണം. കഴുകനത്തിൽ തെർമൽ വിൻഡുണ്ട്. അവിടെ അവന് ചിറകധികം അടിക്കണ്ട, സ്മൂത്തായിട്ട് പറക്കാൻ കഴിയും. ദൈവസഭ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എനിക്കെന്ന നിയോഗം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്കുള്ള ആത്മീക ചിറകുകളെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന് ആ ചിറക് ഉള്ളവളുമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. Let us stand to the book. നമുക്ക് 6 തരത്തിലുള്ള ചിറകുകളെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. നിങ്ങൾ എവിടെയെങ്കിലും 6 ചിറകുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്. യെശയ്യാവ് ദർശനം കാണുമ്പോൾ സാറാഫുകൾ 6 ചിറകുള്ളവരാ. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ അതുപോലെ ഒരു ഏഞ്ചലിക് എന്ന് വെച്ചാൽ അതുപോലെ സാറാഫ് പറക്കുന്ന പോലെ ആത്മീക ചിറകുകൾ 6 വെച്ച് പറക്കുവാൻ നിങ്ങൾക്കുള്ള ആദ്യത്തെ ചിറക് ഞാൻ പറയാം. വിങ്സ് ഓഫ് റൈച്ചസ്നെസ്. മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്താ വേണ്ടത് ഈ ചിറകുകളുടെ വികസനത്തിന്? ഉള്ള ചിറകുകൾ ഉള്ളതായി കാണാൻ. മലാഖി 4:2
എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ രോഗാപശാന്തിയോടെ അവൻ്റെ ചിറകിൻ്റെ അടിയിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവനാമത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇഫ് യു ഹാവ് ദ റെവറൻസ്, നിന്റെ കൂടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ കൂടെ നടക്കുന്ന കർത്താവ് രോഗോപശാന്തിയോടെ നിന്റെ കൂടെ നടക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? യു ഡോണ്ട് ഹാവ് ദ കണ്ടംനേഷൻ. നിനക്ക് ഇവിടെ വരുമ്പോൾ നീ കണ്ടം ചെയ്യപ്പെട്ടവനാന്ന്, അല്ലെങ്കിൽ നീ തെറ്റുകാരനാന്നുള്ള ചിന്ത നീ സ്റ്റെപ്പ് ഔട്ട് ചെയ്യരുത്. നിനക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വെച്ച് നമ്മൾ ഈ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുക. റോമാലേഖനത്തിൻ്റെ ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ഈസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ജസ്റ്റിഫൈ ചെയ്ത ദൈവജനമേ, പിശാച് നിന്നോട് പറയും ഇന്നലെ ചെയ്ത പാപം നിന്നെ ജസ്റ്റിഫിക്കേഷനെ മാറ്റുമ്പോൾ, ഇന്ന് പോയക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, നീ ആ കാൽവരിൽ ഒഴുകിയ രക്തത്തെ എടുത്ത് ഊറ്റിയിട്ട് പിശാചേ പോ, ഞാൻ നീതീകരിക്കപ്പെട്ടവനാ. അങ്ങനെ പറഞ്ഞ് നീ തുടങ്ങിക്ക്. നീതി സൂര്യൻ രോഗോപശാന്തിയോടെ നിന്റെ കൂടെ നടക്കും. ഹല്ലേലൂയ. അടുത്തൊരു ചിറക്, വിങ്സ് ഓഫ് ഡെലിവറൻസ്. എക്സഡസ് 19:4, പുറപ്പാട് പുസ്തകം 19:4. പെട്ടെന്ന് വാക്യങ്ങൾ വായിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കുള്ള അടുത്തൊരു ചിറക്, നിങ്ങളെ ഡെലിവർ ചെയ്ത് റെസ്റ്റോർ ചെയ്ത് റെസ്ക്യൂ ചെയ്യുന്ന ഒരു ചിറക്. സഹോദര, പട്ടണത്തിൽ നടക്കുമ്പോൾ നീ പേടിക്കല്ലേ. ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാൻ ദേശത്ത് കൊണ്ടെത്തിക്കുന്നവരെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും, രാവിലെ മന്ന, വൈകിട്ട് ക്വില്ല്, യോർദാൻ നദി 2, ചെങ്കടൽ 2, പാറയിൽ നിന്ന് വെള്ളം, തീക്കൽ പാറയിൽ നിന്ന് വെള്ളത്തെ പിടിപ്പിച്ച് ദൈവജനത്തെ പോഷിപ്പിച്ച ദൈവത്തിൻ്റെ അതേ റെസ്ക്യൂവും അതേ റെസ്റ്റോറേഷനും നിനക്കുണ്ട്. ആ ചിറക് നിനക്കുണ്ടെന്ന്. ഹല്ലേലൂയ. റൈച്ചസ് വിങ്സ് ഓഫ് റൈച്ചസ്നസ് നിനക്കുള്ളത് പോലെ യു ഹാവ് ദ വിങ്സ് ഓഫ് ഡെലിവറൻസ്. സഹോദര സഹോദരി, ഞാനും നിങ്ങളും ഇടുങ്ങിയവരായി ദൈവാസി എന്ന് പറഞ്ഞ പോലെ പിശാച് പിടിക്കുമെന്നും പിശാച് പിടിച്ചു വെക്കുന്നവരാണെന്നും ചിന്തിച്ചല്ല നടക്കേണ്ടത്. എന്നെ റെസ്ക്യൂ ചെയ്യുന്ന, എന്നെ റെസ്റ്റോർ ചെയ്യുന്ന ഒരു വിങ്ങിൻ്റെ അടിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതെൻ്റെ വിങ്ങാ എന്ന് വിശ്വാസത്താൽ ക്ലെയിം ചെയ്താൽ എൻ്റെ ദൈവജനമേ, ഈ 3-ാം വർഷം ദൈവസഭ പുതിയ 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 അനുഭവങ്ങളിലേക്ക് നടക്കുവാൻ ഇടയായി തീരും. മൂന്നാമത്തെ വിങ്സ് ഓഫ് ലവ്, ഡ്യൂട്ടറോണമി 32, ആവർത്തന പുസ്തകം 32:11-12. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആമേൻ. വായിച്ചാൽ 11-12 ദിവസം. This is the wings of love. ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്ക് പഠിപ്പിക്കുന്നത് പോലെ എന്നെയും നിങ്ങളെയും ക്രിസ്തീയ ജീവിതത്തിൽ ട്രെയിൻ ചെയ്ത് ഡിസിപ്ലിൻ ചെയ്ത് നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വിങ്സ് ഓഫ് ലവ് നിങ്ങൾക്കുണ്ട് ദൈവജനമേ. ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം, wings of righteousness, wings of deliverance, wings of love, another wings of grace. സങ്കീർത്തനം 67:1. സങ്കീർത്തനം 67:1. നോക്ക്, he become the wings of shelter and undeserved favor. ദൈവസഭയെ, ഇവൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനമേ, നിനക്ക് പ്രാപ്തിയില്ലാത്തത് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു അൺഡിസേർവ്ഡ് ഫേവറിൻ്റെ വിങ്ങിൻ്റെ കൂടെ നിനക്ക്, അത് നിൻ്റെ വിങ്ങാ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ പലതും പറഞ്ഞ് പിശാച് തളർത്തുമ്പം നീ പറയണം, എനിക്കൊരു അൺഡിസേർവ്ഡ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കാം ഞാൻ, പക്ഷേ എനിക്കറിയാം യേശുവിലൂടെ എനിക്കൊരു ഫേവറുള്ള വിങ്സ് ഉണ്ട്. ഞാനത് പറക്കാനായി ഉപയോഗിക്കാൻ പോകുക. ആത്മാവിൽ ഞാൻ പറക്കാൻ തുടങ്ങുകയാണ്. സഹോദര, ഇന്ന് പകൽക്കാലം ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളൊരു ഉണർവിൻ്റെ വാക്താവായി ഇറങ്ങിപ്പോകാവുള്ളൂ. കാരണം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ പെർസെപ്ഷൻസിനെ മാറ്റുകയാ, നിന്റെ മേലുള്ള ചിറകുകളെ നിനക്ക് വിരിക്കുവാൻ പ്രാപ്തി തരുകയാ. Wings of grace.
അടുത്ത വിങ്സ് ഓഫ് വർഷിപ്പ് ആൻഡ് പ്രൈസ്, സങ്കീർത്തനം 63:7. ആമേൻ, ആമേൻ. ദൈവജനമേ, ഞാനും നിങ്ങളും ആരാധിക്കുമ്പം, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവേ നമ്മൾ ആരാധന എന്ന് പറയുമ്പോൾ എന്തോ സത്യത്തിൽ എന്തോ അനുഭവിക്കുന്നു എനിക്കറിയത്തില്ല. ഇന്ന് പകൽക്കാലം ആരാധന എന്ന് പറയുമ്പോൾ നിന്റെ മേ 91 സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്ന പോലെ നിന്റെ മേ വിളിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ആ ചിറകിനെ അനുഭവിക്കുന്നതായിരിക്കണം നിന്റെ ആരാധന. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ നിന്റെ ചിറകിൻ്റെ അടിയിൽ ഘോഷിച്ചാനന്ദിക്കും, ഞാൻ നിന്നെ ആരാധിക്കും, എൻ്റെ മുകളിൽ നിന്റെ ഒരു ചിറകുണ്ട്, ആരാധനയുടെ ചിറക്. അടുത്തൊന്ന് വിങ്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. നമുക്കറിയാവുന്ന വാക്യം അപ്പോസ്തലപ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തെ കുഞ്ഞുങ്ങളോടെല്ലാം പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, എനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. നീ യേശുവിനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച അന്ന് നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് അൺലിമിറ്റഡ് ജീസസ്, ദാറ്റ് ഈസ് വാട്ട് കോൾ അബൌട്ട് ദ ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. നിന്റെ ഉള്ളിൽ ആ ശക്തിയുണ്ട്. എന്നാൽ നിന്റെ മേൽ അതിൻ്റെ ഒരു നിറവിൻ്റെ വേറൊരു തലം വെളിപ്പെടുന്നതാ, ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽക്കാലം ആരും എനിക്ക് ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ഉള്ളിലുള്ള ശക്തി പുറത്തേക്ക് ഒഴുകുവാൻ നിന്റെ അഭിഷേകം എനിക്ക് വേണമേ. അഭിഷേകം. നമുക്ക് ഈ കാത്തിരിപ്പയോഗം ഇല്ലാത്തതിൻ്റെ കാര്യം അതാ. നമ്മൾ കാത്തിരിക്കുന്ന ഈ ഉള്ളിലുള്ള ശക്തി, നിങ്ങൾ സദൃശവാക്യത്തിലാണ് പറയുന്നത്, വെളിയിൽ ആ ശക്തി, അടിവയറ്റിൽ നിന്ന് വെളിയിലേക്ക് വരുന്നൊരു ദൈവശക്തി, ബാക്കിയുണ്ട് അതിന്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ആരും ശക്തി ഇല്ലാത്തവരല്ല. ഒരു പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് ഒരു ആ സിസ്റ്റർ കൊള്ളത്തില്ല, ആരാധിക്കുന്നില്ല. സിസ്റ്ററിൻ്റെ ഉള്ളിൽ ശക്തിയുണ്ട്. നമ്മൾ ആരാധിക്കുന്നതിന് മെഷർമെൻ്റ് ഇടുന്ന ശക്തി കൈയടിക്കുന്നതും ചാടുന്നു നോക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ആ വിങ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് പകൽക്കാലം അതൊന്ന് നിവർത്തുവാൻ, നിന്റെ മുകളിൽ അതിൻ്റെ ഒരു അഭിഷേകം വെളിപ്പെടുവാൻ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ 3-ാം വർഷത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിൽ ഈ 6 ചിറകുള്ള ഒരു കൂട്ടം വിശ്വാസികൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവസന്നിധി വരുമ്പം നമ്മൾ ആരും ഇങ്ങനെ കരഞ്ഞു പോയി ദൈവത്തോട് പറയും, സ്റ്റെപ്പ് ഇൻ വിത്ത് കോൺഫിഡൻസ്. പുതിയ നിയമസഭയുടെ അതാ മർമ്മം. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച ഒറ്റ പ്രസംഗം ഇതാ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എല്ലാവരുടെ ഉള്ളിലുണ്ടെന്ന്. ജാതിയുടെ അടുത്തും പോയി പറഞ്ഞ അത് മാത്രമാ, യഹൂദൻ്റെ അടുത്തല്ല പറഞ്ഞത്. ജാതി യഹൂദൻ്റെ അടുത്തും റോമാക്കാരൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. കാരണം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച്. അങ്ങനെയെങ്കിൽ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവസ്വരൂപം അല്ലെങ്കിൽ ദി എസൻസ് ഓഫ് ഗോഡ് ഉണ്ട്. അത് പുറത്ത് കാണുവാൻ അവൻ്റെ കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന ജോലിയാണ് നമ്മുടെ. നമുക്ക് പലപ്പോഴും പലരോട് അടുത്ത് എന്ന് സുവിശേഷം പറയാനും അവരെ ആശ്ലേഷിക്കുവാനും കഴിയാത്ത അവൻ ജാതിയാണ്. ഇന്നലെ ഞാനൊരു മീറ്റിങ്ങിന് പോയി. അവിടെ കർത്താവിൻ്റെ ദേവാസനോട് പറഞ്ഞൊരു പ്രസംഗിക്കാൻ പോയായിരുന്നു. പോയിട്ട് അവിടെ വന്ന് ഞാനൊരു വളരെ നിങ്ങൾക്കെല്ലാം പറഞ്ഞൊരു ദേവദാസി, ഞാനപ്പോൾ നെയ്ബറിനെ കുറിച്ച് പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, ദേവദാസി ഇതൊക്കെ എങ്ങനെയാണ് നടക്കാൻ പറ്റുന്നത്? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ അവിടെ ആരുടെ വീടില്ലാത്ത ആരാണ്ട് വന്ന്, എന്തായാലും വിളിച്ചെന്ന് പറയല്ലേ ദൈവത്തെ ഓർത്ത്, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്ന, വീടില്ലാത്ത ആരോ മതിൽ ചാടി അകത്ത് വന്നു. ഞാൻ അവരോട് എങ്ങനെ നെയ്ബറായിട്ട് നെയ്ബർ എന്നുള്ള പെർസ്പെക്റ്റീവ് ഇടപെടാൻ പറ്റുന്നേ? ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, എന്നെ നമ്മളെ എല്ലാവരെയും ആ ഒരു സ്റ്റേറ്റസിൽ നിന്ന് മാറി പ്രതികരിക്കുവാൻ വിളിച്ചിട്ടില്ല. നെയ്ബർ എന്നുള്ള എന്ന് വെച്ചാൽ നല്ല അയൽക്കാരായി, എന്ന് വെച്ചാൽ ആരാണോ നിൻ്റെ അടുത്ത് ആവശ്യമായിട്ട് വരുന്നത് അവനെ നല്ല അയൽക്കാരനായി നീ മാറണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു കനേഡിയൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാനൊരു ഷെൽട്ടർ ഇല്ലാത്തവനെ കണ്ടു, ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം മിഷൻ പോയിന്റ് ചർച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അവൻ അവിടെ വന്നു. സഹോദര സഹോദരി, വഴി കിടക്കുന്നവനെ, അവിടെ ബോർഡും പിടിച്ച് നിൽക്കുന്നവനെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? പൈസ കൊടുക്കില്ല കേട്ടോ ഡാനി പാസ്റ്റർ, ഇത് ആർക്ക് പൈസ കൊടുക്കില്ല, നമ്മളങ്ങനെ പറയത്തുള്ളൂ. എന്നാൽ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് അവരെ ഒന്ന് കണ്ട് അവരെ വിളിച്ചു കൊണ്ടുവരുവാൻ നിനക്ക് ചിറകൊണ്ട് ഇന്ന് പകൽക്കാലം അത് വിരിച്ച് അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, നാം വഴിയരികിൽ ഷെൽട്ടർ ഇല്ലാതെ
കാർഡ്ബോർഡ് ഇതും പിടിച്ച് ഹെൽപ്പ് മീ എന്നോ അല്ലെങ്കിൽ $10 എന്ന് പറഞ്ഞ് എഴുതി നിൽക്കുന്നതിൻ്റെ ഉള്ളിലും ദൈവാംശം ഉണ്ടെന്ന് കാണുവാൻ നിനക്ക് കഴിയണം സഹോദര. Hey, church, that's what all about evangelism. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം സാധിച്ച് സൃഷ്ടിച്ചപ്പോൾ ആ ദൈവാംശം എല്ലാവരിലും ഉണ്ട്. നമുക്ക് ആ ദൈവാംശം തിരിച്ചറിയുവാൻ ദൈവം നമ്മുടെ കണ്ണു തുറന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ണു തുറക്കാത്തവൻ സ്ട്രീറ്റില, അവൻ ഡ്രഗ്സ് അടിക്കുക, അവൻ വേപ്പ് ഉപയോഗിക്കുക. ഇന്ന് പകൽക്കാലം 3-ാമത്തെ വർഷത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ദൈവജനമേ, നിന്റെ ചിറക് വിരിച്ച് അവനെ കൂടെ പിടിക്കുവാനുള്ള ഒരു വലിയ ഒരു സമർപ്പണം ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. Hey, church, we have the wings of righteousness, wings of deliverance, wings of love, wings of grace, wings of worship and praise, wings of Holy Spirit. ഈ 6 ചിറകുള്ളവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ ചിറകുകളുടെ അടിയിലാണോ നാം? ഈ ചിറകുകളുടെ ഉറപ്പ് നമുക്കുണ്ടോ? പഴയ നിയമത്തിൽ ആ വാക്യം എങ്ങനെ പറയുന്നത്? സോർ, അതിന് വേറൊരു ട്രാൻസ്ലേഷൻ ഫ്ലൈ എന്ന്. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കിയിട്ട് പറക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ കഴുകം പറക്കുന്നത്. എന്ന് വെച്ചാൽ നിൻ്റെ ആത്മമനുഷ്യനെ നീ ഉയർത്തി ചെല്ലും. അവിടെ ചെല്ലുമ്പം നിൻ്റെ ക്ലാരിറ്റി കൂടും. പാസ്റ്ററെ, ആത്മാക്കളെ കാണുമ്പോൾ നിൻ്റെ കണ്ണിൻ്റെ ക്ലാരിറ്റി കൂടും. അങ്ങനെ കണ്ടു കഴിയുമ്പം അവനെ ചേർത്ത് പിടിക്കുവാനായി നീ ഇറങ്ങിച്ചെല്ലും. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ദൈവാത്മാവ് ഈ ദൂത് തന്നതെന്ന്. 3-ാമത്തെ വർഷത്തിൽ എന്തൊക്കെയോ സഭയെ കൊണ്ട് ചെയ്യിക്കാൻ കർത്താവിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ആ ഫ്ലൈ എന്ന് പറയുന്നതിന് ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് അതിനൊരു ഞാൻ ഇന്നാൾ പറഞ്ഞ ഒരു അക്രോണിമം തന്ന എന്നാണെന്നറിയാമോ? F stands for forsake the world. നീ ലോകത്തെ മറക്ക്. L, lift up your eyes. Y, yield to the Spirit. ദൈവസഭയെ ലോകത്തെ മറക്കുവാനും നിന്റെ കണ്ണ് ഉയരത്തിലേക്ക്. സങ്കീർത്തനക്കാരൻ പാടുന്ന ഇങ്ങനെയാ, ദൈവമേ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. നിന്റെ കണ്ണ്, നിന്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് നീ ഉയരത്തിൽ നോക്കുന്നവനായി, ലോകത്തെ വെറുക്കുന്നവനായി. അതിന് റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ഈ ലോകത്തിനോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചു പുതുക്കി മനസ്സിലാക്കി മനസ്സ് പുതുക്കുന്ന ഒരനുഭവം. ആൻഡ് yield to the Spirit. ഗലാത്യലേഖനത്തിൽ ഇങ്ങനെ പറയും, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി മാറണം. ദൈവസഭയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പാസ്റ്റർ, ഇതൊക്കെ കൊള്ളാം, ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നത്? നിന്നെ അതിനെ വിളിച്ചേക്കുന്നത്. എഫേസ്യ ലേഖനം ഒന്ന് വായിച്ച് പെട്ടെന്ന് നിർത്തി. എഫേസ്യ 2:10 വായിച്ചേ. ഹല്ലേലൂയ. എൻ്റെ ഒന്നുകൂടെ വായിച്ച ദൈവദാസനെ. യെസ്. ദൈവം മുന്നൊരുക്കിയ സൽപ്രവർത്തികൾ ചെയ്യുവാൻ ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടവരാ നമ്മൾ. ചേർച്ച്, ദാറ്റ്സ് യുവർ സ്റ്റേറ്റസ്. കഴിഞ്ഞ ദിവസം ഒരു പുതിയ പാട്ട് പാടിയപ്പോൾ നമ്മൾ പാടി, വല്ലഭൻ കോട്ട, വല്ലഭൻ്റെ ശൈല. അതിൻ്റെ അടുത്തെന്ന് അറിയാമോ? അതിൻ്റെ അടുത്ത ലൈൻ ഇങ്ങനെ പറയുന്നത്, നിർമ്മിക്കപ്പെട്ടവൻ്റെ ദാസന്മാരെല്ലാം അവൻ്റെ കയ്യിലാണ്. സഹോദര സഹോദരി, നിന്നെ നിർമ്മിച്ച് അവിടെ ഇരുത്തിയേക്കുന്നത് എന്തിനാണെന്നറിയാമോ? ആ പ്രവൃത്തികൾ ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം ചിറക് വിരിച്ച് പറന്ന് ദൈവം നിർമ്മിച്ചു വച്ചിരിക്കുന്ന പ്രവൃത്തികളെ ചെയ്യുന്നവരായി നമുക്ക് മാറാം. സക്രിയ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ ഒന്ന് വായിച്ച സക്രിയ 4:6. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ ദൈവജനമേ, കുറേ ആൾ കൂടിയിട്ടോ കുറേ ശക്തി കാണിച്ചിട്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രം ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടവരാണ് നാം. We may have different ideas. We may have different plans. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവസഭയോട്, ദൈവദാസനോട് ഒരു പ്രവചനാത്മാവ് ദൂത് കൈമാറട്ടെ. ഈ 3-ാമത്തെ വർഷത്തിൽ നാം ചെയ്യുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ മാത്രം ചെയ്യുവാൻ നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവൻ്റെ ആത്മാവിനാൽ തന്നെ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് തന്ന ഈ പ്രോഫറ്റിക്കൽ വേർഡ് ആരൊക്കെ ഈ
6 ചിറകുകളെ വിശ്വസിച്ച് ഒന്ന് വിടർത്താൻ തുടങ്ങാമോ? വിടരുക എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മ. കഴിഞ്ഞ ദിവസം ടോം ബ്രദറിനോട് ഞാൻ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ടോം ബ്രദറെ, തലേ രാത്രി നമ്മൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിൻ്റെ തെളിവ് എവിടെയാണെന്നറിയോ? പിറ്റേന്ന് രാവിലെ ഉറങ്ങത്തില്ല. തലേന്ന് രാത്രി നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ആരാധിച്ചവരാണെങ്കിൽ പിറ്റേന്ന് പിന്നെയും കിടന്ന് 8 മണി വരെ ഉറങ്ങത്തില്ല. 3 മണിയാകുമ്പോൾ മുട്ടാൻ നിൽക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു തീ കത്താൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയുടെ ദൈർഘ്യം നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ അളവിനെ നിങ്ങൾക്ക് കാണിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ സിസ്റ്ററിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ദേവദാസി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്, ദൈവമേ എനിക്ക് ദർശനങ്ങൾ കാണണം, സ്വപ്നങ്ങൾ കാണണം, അതെനിക്ക് സഭയെ വന്ന് പറയണം. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിൻ്റെ പ്രാർത്ഥനാ മുറിയുടെ ദൈർഘ്യം കൂട്ടിയാൽ അങ്ങനെ ചില വലിയ സംഭവം. ഇതെന്നോട് പറഞ്ഞത് ബുധനാഴ്ച രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുളിച്ചത്. അതിൻ്റെ സമയത്ത് പെട്ടെന്ന് സ്വീറ്റിസിൻ്റെ മോഹവും പേരും വന്നു. ഞാൻ വിളിച്ചു പറയുക, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത് ചെയ്യും. ഐ ആം ഷുവർ അബൌട്ട് ഇറ്റ്. കാരണം 3-ാമത്തെ വർഷത്തിൽ ആരൊക്കെ ചിറകുകൾ ഉയർത്തി പറക്കുവാൻ തുടങ്ങുന്നു, നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക അനുഭവങ്ങൾ നിങ്ങൾ പ്രാപിക്കാൻ തുടങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവ്. അടുത്തൊരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. സഭാപ്രസംഗി 11:4. ഹല്ലേലൂയ. സഭാപ്രസംഗി, അത് സഭാപ്രസംഗി അറിയത്തില്ലായിരിക്കുമല്ലോ, സമയം എടുക്കുന്നല്ലോ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പെർഫെക്റ്റ് ടൈമിങ്ങിനും പെർഫെക്റ്റ് എല്ലാം നേരെയായിട്ട് ചെയ്യുന്നവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്, നിങ്ങൾ ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവം പറഞ്ഞാൽ ചെയ്യാൻ തുടങ്ങിക്കോണം. കാരണം എല്ലാം നേരെയായിട്ട് എല്ലാം വരുമെന്നല്ല വിശ്വസിക്കേണ്ടത്. ദൈവം നിന്നോട് പറഞ്ഞാൽ സാഹചര്യം എതിരാണെങ്കിലും ഇറങ്ങിക്കോണം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ പറഞ്ഞ ഒരു ഇതുണ്ട്, നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് ഒരു ലാഡറിലേട്ട് വയ്ക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെയർ കേസ് മുഴുവൻ കാണാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റെപ്പ് ഇൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നത്, മുഴുവനും അവസാനം മുഴുവൻ കണ്ടേച്ച് എല്ലാം ദൈവം എന്നോട് വെളിപ്പെടുത്തിയാട്ടെ ഞാൻ കാലെടുത്ത് വെക്കുമെന്നല്ല പറയേണ്ടത്. ദൈവം ഇന്ന് നീ എന്നോട് കാലെടുത്ത് വെക്കാൻ പറഞ്ഞാൽ ഞാൻ അതിനായി കാലെടുത്ത് വെക്കും. കാരണം അടുത്ത വർഷം എന്നെയും നിങ്ങളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പ്ലാനുണ്ട്. ഇന്ന് എത്ര പേർ അതിനു വേണ്ടി സമർപ്പിക്കും? ഞാൻ നിങ്ങളോട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. കഴുകൻ പറക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഷാർപ്പ് വിഷൻ. 2, ഉയരത്തിൽ പറക്കുമ്പോൾ കഴുകനെ അവനെ ഇരയാക്കാൻ പറ്റത്തില്ല, അത് ഇര തേടുകയാണ്. വേറൊരുത്തിനെ ഈഗിളിനെ കൊല്ലാൻ പറ്റത്തില്ല. പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ അവനെ കൊല്ലുവാൻ, അവനെ ഇരയാക്കുവാൻ സാധ്യതയുള്ളവരുടെ മുകളിലാണ് നിൽക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളാരും പിശാച് നമ്മളെ ഇങ്ങനെ പിടിക്കാൻ വരുന്നവരായിട്ടല്ല. അവൻ്റെയൊക്കെ മുകളിൽ പിശാചിൻ്റെ സകല തന്ത്രങ്ങളുടെ മേലും ആത്മാവിൽ ചലിക്കുന്ന ഒരു തലമുറയാണ് നമ്മൾ. ഹല്ലേലൂയ. പൈശാചികം കൊണ്ടുവരുന്ന അവൻ്റെ തന്ത്രങ്ങളുടെ മേൽ അവനേക്കാളും ഉയരത്തിൽ ആത്മബലത്തിൽ ഉയരെ നിന്നുകൊണ്ട് അതിന് മുകളിൽ കൂടെ സ്മൂത്തായി പറന്നുകൊണ്ട് ദേശത്തെ പിടിച്ചടക്കുന്ന ഒരു തലമുറയാണ്. എത്ര പേരെ നാമേ പറയും? ഈ 2025 നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതാ. ഇവിടെ ഒരു ശേഷിപ്പുണ്ട് ദൈവജനമേ. ആ ശേഷിപ്പ് മുഴുവൻ അവരുടെ ദൈവാംശം തിരിച്ചറിയാതെ കുഴിയിൽ അകപ്പെട്ടവനെ പോലെ, കാരാഗ്രഹത്തിൽ അകപ്പെട്ടവനെ പോലെ ആയിരിക്കുക. അവനെ വിടുവിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ചോദിക്കാമോ? നിന്റെ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നീ ആത്മമണ്ഡലത്തിൽ പറന്നുകൊണ്ട് പിശാചിനോട് പറയണം, പിശാചെ നിന്റെ കൈ എടുക്ക. പിശാചിനോട് പറ, ഈ വെസ്റ്റ് ഏരിയ താമസിക്കുന്ന പറയണം, ഈ ഏരിയയിലെ ടെറിട്ടോറിയൽ സ്പിരിറ്റ് നിനക്ക് ഒന്നിനെയും പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. ഞാൻ അതിനെതിരായി നിൽക്കുകയാണ്. I rebuke in the name of Jesus. ഈ 3-ാം വർഷം പുതിയൊരു രീതിയിൽ ചലിക്കുവാനായി നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം ദൈവസ്ഥനിൽ എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ നിങ്ങൾ വിചാരിക്കണം, ഈകള് ഷോ ഓഫ് കാണിക്കാനല്ല ഉയരത്തിൽ പറക്കുന്ന കേട്ടോ. ഈഗിളിനെ സൃഷ്ടിച്ചത് ഉയരത്തിൽ പറക്കാനാണ്. ഏബ്രഹാം നമ്മളെ സൃഷ്ടിച്ചത് കൈപ്പണിയായി ദൈവത്തിന് വേണ്ടി വിചാരകന്മാരായി നിന്നുകൊണ്ട് ദേശത്തെ പിടിച്ചടക്കുന്ന ഒരു കൂട്ടം സൈന്യമായി മാറാനാ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു, എന്നെ സൃഷ്ടിച്ച അതേ സ്റ്റേറ്റസിൽ
ഞാൻ ഈ വർഷം നിൽക്കാൻ തയ്യാറാകുകയാണ്. എനിക്ക് എൻ്റെ മേളിൽ വിരിച്ചിരിക്കുന്ന വിങ്ങുണ്ട്. എൻ്റെ മേളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വിങ്ങുകളുണ്ട്. ആ വിങ്ങുകൾ ഞാൻ വിരിക്കാൻ പോവുകയാണ്. അതിൻ്റെ കീഴിൽ ഞാൻ എന്നെ സുരക്ഷിതനാക്കാൻ പോവുകയാണ്. ഉറാബാന ഷാഖാചാരാബ ലോബ്രേക്കോ മക്കാത്തിയാന്തരാബ ഷേമീനാത്തിയാച്ചര. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നമുക്കിന്ന് ദൈവത്തോട് പറയാം, കർത്താവേ എന്നോട് പറഞ്ഞത് ഇതാ, ഇത് ചിറകുകളെ വിരിക്കുന്ന സീസണാണ്. ദൈവസഭ, ദൈവജനം, ദൈവം നിങ്ങൾക്ക് എന്നിട്ടുള്ള ആത്മീക ചിറകുകളെ വിരിക്കുക. കഴിഞ്ഞ നാളുകളിൽ ദർശനമുണ്ടോ? അത് പ്രവചനമായി മാറട്ടെ. നിനക്ക് ഡിസൈനിങ് സ്പിരിറ്റ് ഉണ്ടോ? നീ രോഗശാന്തിയുള്ളവനായി മാറട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാ ആത്മീക ചിറകുകളും വിരിച്ചുകൊണ്ട് ഈ 3-ാം വർഷം ഈ ദേശത്തൊരു ഉണർവിന് വേണ്ടി നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നിങ്ങൾ എത്ര പേര് പറയും, കർത്താവേ ഇതെൻ്റെ ചിറക് വിരിക്കുന്ന കാലമാണ്. എന്നെ ഇതുവരെ പിടിച്ചടച്ചു വച്ചിരുന്ന എല്ലാ ശത്രുവിൻ്റെ എല്ലാ ഷെല്ലുകളുടെയും പുറത്തേക്ക് ഞാൻ വരികയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം, ഒരു ടെക്നിക്കൽ ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ഈ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ ആക്സിഡൻറ്റ് കണ്ടല്ലോ. ഒരു എയർക്രാഫ്റ്റ് പൊങ്ങുന്ന പോലെ കഴുകൻ പൊങ്ങുന്നത്. അതിൻ്റെ സയൻസ് ഞാൻ നിങ്ങളോട് പറയാം. ഒരു എയർക്രാഫ്റ്റ് ആദ്യം സ്റ്റാൻഡ് സ്റ്റില്ലാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എൻജിൻ സ്റ്റാർട്ടായി അത് റോൾഡ് ഔട്ട് ചെയ്യാൻ തുടങ്ങും. ATC ക്ലിയറൻസ് വന്നു കഴിയുമ്പം ആ ടേക്ക് ഓഫ് പോയിന്റ് അവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം എൻജിൻ ക്യാപ്റ്റൻ എന്നാ ചെയ്യുന്നത് അറിയാമോ? ത്രോട്ടിൽ ഇൻക്രീസ് എന്ന് വെച്ചാൽ അതിൻ്റെ ലിവർ മുന്നോട്ടാക്കുമ്പം എൻജിൻ അങ്ങോട്ട് കറങ്ങാൻ തുടങ്ങും. ഭയങ്കര സ്പീഡിൽ എൻജിൻ കറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? എയർക്രാഫ്റ്റിൻ്റെ ടേക്ക് ഓഫിന് തടസ്സമായി നിൽക്കുന്ന ഡ്രാഗ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ വലിയ എൻജിൻ്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന വായുമണ്ഡലത്തെ മുഴുവൻ ഇതങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ത്രസ്റ്റാക്കി മാറ്റും. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥനാ മുറിയിൽ ശക്തി പ്രാപിക്കുമ്പോൾ നിന്നെ മുന്നിലോട്ട് വിടാത്ത തടസ്സങ്ങളെ മുഴുവൻ നീ വലിച്ചടിച്ചിട്ട് നീ കുതിക്കുന്നവൻ നിന്റെ ത്രസ്റ്റാക്കി മാറ്റുകയാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിക്കുന്ന ദൈവമായി ഇടപെടുന്ന സമയം നിന്നിലൊരു ത്രസ്റ്റ് തരുകയാ മുന്നോട്ട് കുതിക്കുവാൻ. അടുത്തത് എന്നാന്നറിയുമോ? ഈ ത്രസ്റ്റ് കൂടിയിട്ട് നല്ല സ്പീഡ് 130 160 നോട്ട് സ്പീഡിൽ എത്തുമ്പം ക്യാപ്റ്റൻ അടുത്തൊരു കാര്യം ചെയ്യും. അതിൻ്റെ കൺട്രോൾ കോളം പുറകോട്ട് വിളിക്കും. പുറകോട്ട് പിടിക്കുമ്പോൾ സംഭവിക്കുന്ന അറിയാമോ? ടെയിൽ താഴോട്ട് വരും, നോസ് മുന്നോട്ട് പൊങ്ങിയിട്ട് ഫ്ലൈറ്റ് പൊങ്ങും. ഇന്ന് പകൽക്കാലം ചില കൺട്രോൾ കോളമിനെ നീ വലിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ചിലതിനെ പിടിച്ച് വലിക്കുക. നീ മുന്നോട്ട് കുതിക്കാൻ പോകുകയാ. നിന്റെ ചിറകുകൾക്ക് ശക്തി വരികയാ. ഇന്നു മുതൽ പ്രാർത്ഥനാ മുറി ശക്തമാകട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ കാത്തിരിപ്പ് അതിന്റെ അടിസ്ഥാനം ശക്തിയെ പുതുക്കും. എല്ലാ കണ്ണുകളും